ഒരു സ്റ്റാർ തരുമോ പ്ലീസ് 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 പ്ലീസ്, ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലീസ്. ഇതാണ് ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നട, എല്ലാവരും സ്റ്റാറിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമാണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നോട്ടെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഈ സ്റ്റാർ എന്ന് പറയുന്നത് അതിൻ്റെ എത്ര വാല്യൂ എന്നറിയാം? ഒരു സ്റ്റാറിന് $0.01 അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെങ്കിൽ ഏകദേശം 80 പൈസ ടു 85 പൈസ, അതിങ്ങനെ ചെറുതായിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര സ്റ്റാർ കിട്ടിയാലായിരിക്കും നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടുക എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഓക്കെ ഫൈൻ, പല തുള്ളി പെരുവെള്ളം. ഈ സ്റ്റാർ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ലോ. ഒരു ചലഞ്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യത്തെ ചലഞ്ചിൽ 1 സ്റ്റാർ കിട്ടിയാൽ മതിയായിരിക്കും, അടുത്ത ചലഞ്ചിലേക്ക് എത്തുമ്പോൾ 100 സ്റ്റാർ കിട്ടണം എന്നായിരിക്കും ചോദിക്കുന്നത്. ഇതൊരു ബാർട്ടർ സിസ്റ്റം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. ഒത്തിരി ഒരു കമൻറ്റിലൊക്കെ വന്ന് പറയുന്നുണ്ട് സ്റ്റാർ തരുമോ സ്റ്റാർ തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു സാധനമല്ല. ഓക്കെ, നമുക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്, അല്ലാതെ അങ്ങോട്ട് കൊടുത്തൊരു 5 കൊടുത്ത് ഇങ്ങോട്ടൊരു 10 വാങ്ങിക്കുന്ന പരിപാടി അല്ല ഇത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സ്റ്റാറിൻ്റെ പുറകെ പോകണ്ടെന്ന് എൻ്റെ പേജിൽ വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് സ്റ്റാർ അയച്ചു തരുമെന്ന്. എനിക്ക് ചിലപ്പോൾ ഒരു സ്റ്റാർ അയച്ചിട്ടായിരിക്കും, അയക്കാതെ ആയിരിക്കും. എനിവേ പേജിന് സ്റ്റാർ അയക്കാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പം ആരും സ്റ്റാറിൻ്റെ പുറകെ പോയി സമയം കളയരുത്. ഈ ചലഞ്ചുകളൊക്കെ തന്നെ ആജീവനാന്തം ഉണ്ടാകും, അല്ലാതെ നാളെ കൊണ്ട് തീരുന്നതല്ല. സ്റ്റാറിൻ്റെ പുറകെ പോകുന്ന സമയം അതതിൻ്റെ സൈഡിൽ കൂടെ നടന്നോട്ടെ. സ്റ്റാർ ചലഞ്ചിൻ്റെ പുറകെ പോകുന്ന സമയം അത് നിങ്ങൾ കുറച്ചുകൂടെ നല്ല നല്ല ഒറിജിനൽ കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. കണ്ടന്റ് മോണിറ്റൈസേഷൻ എപ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ട് വരുന്നോ അപ്പോഴാണ് നിങ്ങൾ രാജാവ്. ആ ടൂള് കിട്ടിയിട്ടുള്ള ആൾക്കാരും സ്റ്റാറിൻ്റെ പുറകെ പോകത്തില്ല. കാരണം അവർക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോയോ വീഡിയോയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഏണിങ് കിട്ടിക്കോളും. അത് ഈ പറഞ്ഞ സ്റ്റാറിനെക്കാട്ടി കൂടുതലായിരിക്കും.